സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വണ്ടികളുടെ ടയറിലെ എയർ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. എയർ കുറഞ്ഞാൽ നമുക്ക് തന്നെ അടിക്കാം എളുപ്പത്തിൽ. ചെറിയൊരു കംപ്രസർ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇതിന് അധികം വിലയൊന്നും വരുന്നില്ല. കംപ്രസർ 1500-2000 രൂപ തൊട്ട് നമുക്ക് പലതരം ഇലക്ട്രോണിക് കംപ്രസറുകൾ കിട്ടാറുണ്ട്. അങ്ങനെ കംപ്രസർ വെച്ചാൽ നമുക്ക് കൃത്യമായ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ടയർ പ്രഷർ വളരെ അത്യാവശ്യമാണ്. അത് കൃത്യമായിരിക്കണം. അത് ഒരുപാട് കൂടിയ ടയറിൻ്റെ ലൈഫ് കുറഞ്ഞു പോകും. അതുപോലെ കുറഞ്ഞ് ഓടിച്ചാൽ ടയർ വേഗം ഡാമേജ് ആകും. നമ്മുടെ അലൈൻമെൻറ്റ് പ്രശ്നം വരും. വണ്ടിയെ ഓടിക്കുമ്പോൾ കൺട്രോളൊന്നും കൃത്യമായി കിട്ടാറില്ല. അപ്പോൾ ഈ വണ്ടിയിൽ നിന്നിപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു വാണിംഗ് വരുന്നുണ്ട്. ടയർ പ്രഷർ എന്ന് പറഞ്ഞൊരു വാണിംഗ് കാണാം ഇതിനകത്ത്. അതായത് ഇതിൻ്റെ അകത്ത് ടയറിലെ പ്രഷർ കൃത്യമല്ല എന്നാണ് അതിന് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏത് ടയറിൻ്റെയാണ് പ്രഷറിന് കുറവ് എന്നുള്ളത് ഇതിൽ അറിയാൻ പറ്റില്ല. നമുക്ക് ഏത് ടയറിൽ കുറഞ്ഞാലും ഇത് തന്നെ കാണിക്കുക. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് അതിൽ എയർ അടിക്കണം. ഒന്നുകിൽ നമുക്ക് പമ്പിലൊക്കെ പോയി അടിക്കാം, അല്ലെങ്കിൽ പഞ്ചർ കടയിൽ പോയിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊന്നും എവിടെയും പോകണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു കംപ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ വണ്ടിയുടെ കൂടെ ഒരു കമ്പനി തരുന്നുണ്ട്. കാണിച്ചു തരാം. ഇങ്ങനൊരു കംപ്രസർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇത് അനലോഗ് ടൈപ്പാണ്, ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ നമ്മൾ നോക്കി മെയിൻറ്റെയിൻ ചെയ്യണം. കൃത്യമായി ആകുമ്പോൾ ഓഫ് ചെയ്യാണ് വേണ്ടത്. അത് വണ്ടിയിൽ തന്നെ ചാർജിങ് പോർട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമുക്കിതിപ്പോൾ ഡിജിറ്റൽ ടൈപ്പ് വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഏകദേശം 2000 രൂപ താഴെ വില ഉള്ളൂ. ഈ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് എത്ര PSI എത്ര പ്രഷർ വേണമെന്ന് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ പ്രഷർ ആകുമ്പോൾ നിൽക്കും. അപ്പോൾ 4 വീലും കൃത്യമായി പ്രഷർ കിട്ടും. അപ്പോൾ സ്റ്റെബിലിറ്റി ഒക്കെ കൂടുതൽ കിട്ടും. മറ്റാകുമ്പോൾ വ്യത്യാസങ്ങൾ വന്നാൽ നമുക്ക് ഓടിക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ വണ്ടി സൈഡ് പാളിപ്പോകാനൊക്കെ സാധ്യത കൂടും. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഡിജിറ്റൽ ടൈപ്പ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കാം. ഇതിപ്പോൾ കമ്പനി ഫ്രീ ആയി തരുന്നതാണ്. ഇത് സ്റ്റെപ്പിന് സ്പെയർ വീലിന് പകരം പഞ്ചർ കിറ്റാണ് തരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇതിനകത്ത് ഏത് വീട്ടിലാണെന്ന് അറിയില്ലെങ്കിലും നമുക്ക് വേറെ മോഡൽ വരുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ വണ്ടിയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി വയ്ക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും ഏത് വീലിനാണ് പഞ്ചർ ടയർ കുറവ്. 4 ടയറിൻ്റെയും പ്രഷർ കൃത്യമായി ഇതിൽ കാണിക്കും, ഓരോ വീലിൻ്റെയും. ഇത് ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലെ, ഇത് റിയറിലെ റൈറ്റ് സൈഡാണ്. ഇത് ഫ്രണ്ട് ലെഫ്റ്റ്, റിയർ ലെഫ്റ്റ്. ഇങ്ങനെ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും കാണിക്കണം. അതിൻ്റെ ടയറിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വല്ല ബെയറിങ് ബ്രേക്ക് ജാമാവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ടയറിന് ചൂട് ഒരുപാട് കൂടും. അപ്പോൾ അതും ഇതിൽ കാണിക്കും. അങ്ങനെ ലിമിറ്റിൽ വിട്ട് കൂടുതൽ പ്രഷറോ ടെമ്പറേച്ചറോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഇതിനകത്ത് അലാം അടിക്കും. അപ്പോൾ നമുക്കൊരു സെൻസർ അഴിച്ച് നോക്കാം, അതിലെന്ത് കാണിക്കണമെന്നുള്ള അറിയാം. ഇത് ലോക്ക് നെറ്റ് ഉണ്ട്. ഈ നെറ്റ് അഴിച്ചിട്ട് ലൂസ് ചെയ്തിട്ട് വേണം നമുക്കിത് അഴിക്കാൻ. ഇതിപ്പോൾ ഒരു സെൻസർ അഴിച്ചിട്ടുണ്ട്. ഇത് റിയർ റൈറ്റ്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴും അത് മാറിപ്പോകാതെ കൃത്യമായിട്ട് തന്നെ ഫിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇതിൽ അലാം അടിക്കുന്നത് കേൾക്കുന്നത് അതിൽ എയർ കുറഞ്ഞതുകൊണ്ടാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചർ ആയാലും ഒക്കെ ഇതുപോലെ അലാം അടിക്കും. ഓവർ ഹീറ്റ് ആയാലും ലിമിറ്റിലും വിട്ട് പ്രഷർ കുറഞ്ഞാലും ഇങ്ങനെ കാണാം. അതുപോലെ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനകത്ത് ബാറ്ററിയാണ്. ഓരോ വീലിനും ഇതുപോലെ 4 വീലിനും ഇത് ഫിറ്റ് ചെയ്യണം. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് എക്സ്റ്റേണൽ ടൈപ്പ്, പുറമെ വരുന്ന ടൈപ്പാണിത്. അപ്പോൾ നമ്മളിപ്പോൾ എയർ അടിക്കുമ്പോൾ ഇത് അഴിച്ചിട്ട് വേണം എയർ അടിക്കാൻ. പിന്നെ അല്ലാതെ ഒരു മോഡൽ വരുന്നത് ഇന്റേണലാണ്. അതാകുമ്പോൾ നമുക്ക് പുറമേ കാണില്ല, ടയറിനകത്ത് ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എയറൊക്കെ അടിക്കാൻ സൗകര്യമുണ്ട്. പക്ഷെ അതിനൊരു ദോഷം എന്ന് പറഞ്ഞാൽ ബാറ്ററി, അത് ഫിറ്റ് ചെയ്യാനായാലും ബാറ്ററി മാറ്റണമെങ്കിൽ നമുക്ക് പഞ്ചർ കടയിൽ പോയി ടയർ അഴിച്ചിട്ട് വേണം. ഇതാകുമ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാനായാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ബാറ്ററിക്ക് മാറ്റണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. സൗകര്യമുണ്ട് ഉപയോഗിക്കാൻ. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ പ്രാവശ്യം എയർ അടിക്കുമ്പോൾ ഇത് അഴിച്ചെടുക്കാനും ഫിറ്റ് ചെയ്യാനും നിൽക്കണം എന്നേ ഉള്ളൂ. ഇതിനകത്ത് ബാറ്ററി കാണിച്ചു തരാം. നമുക്ക് ഈ ലോക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ ടൂൾ തന്നെ ഉപയോഗിച്ച്, ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന ടൂളാണ്. ഇത് ഉപയോഗിച്ച് നമുക്കിതിനെ തുറക്കാം.
ഇതാണ് ഇതിനകത്ത് വരുന്ന ബാറ്ററി. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും. ഇങ്ങനെ ബട്ടൺസ് അല്ലേ, ഇത് ഇടയ്ക്ക് മാറ്റേണ്ടി വരും. 1 വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ ഇത് മാറ്റേണ്ടി വരും. ഇന്റേണൽ ടൈപ്പ് ആണെങ്കിൽ നമുക്കത് നമുക്ക് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റില്ല. അതിന് നമുക്ക് പഞ്ചറോട് കൊണ്ട് ടയർ അഴിച്ച് തന്നെ എടുത്ത് മാറ്റേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാം. എക്സ്പെൻസ് കുറവാണ്, ഇത് വാങ്ങാനും കുറവാണ്. അത് ഇങ്ങനത്തെ മോഡൽ നമുക്ക് ഏത് വണ്ടിയിൽ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. 2 വീലറിനുള്ളതും കിട്ടും, 4 വീലറിനോ അതിന്റെ സ്റ്റെപ്പിന് വീൽ ലാഞ്ചിനോ ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിറ്റ് ചെയ്താൽ നമുക്ക് അത് സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്. ടയർ ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എയർ എത്രയായിരുന്നു നോക്കാനോ. പിന്നെ അതിന്റെ കൂടെ അതല്ലാതെ നമുക്ക് ഏത് വീലിന് എയർ കുറവുണ്ട് എന്നൊക്കെ അറിയാം. ഇതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള പ്രഷർ ഗേജ് ഡിജിറ്റൽ ടൈപ്പാണ് ഇത് വരുന്നത്. 2500 രൂപ ഇതിനൊക്കെ വിലയുള്ളൂ. ഇതൊക്കെ ഓൺലൈനിലോ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടയറിലും പ്രഷർ ചെക്ക് ചെയ്യാം. ഈ പ്രഷർ ഗേജിലാണെങ്കിൽ പ്രത്യേകിച്ച് കാണിക്കും, അതിനകത്ത് അഴിച്ച് ചെക്ക് ചെയ്യാതെ കാണിക്കും. ഇപ്പോൾ പ്രഷർ ഗേജ് ഇല്ല, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് 2 വീലർ ആയാലും കാറിൻ്റെ ഒക്കെ ടയർ നോക്കാം, എയർ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീലിൻ്റെ എയർ ഏത് വീലിനാണ് കുറവെന്ന് അറിയാൻ ഈ വണ്ടിയിൽ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ഓരോ വീലും ചെക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വീൽ കപ്പ് കാണുന്നുണ്ട്. ഈ വീൽ കപ്പ് അഴിക്കാൻ നമുക്ക് കുറച്ചും കൂടി എടുക്കും. ഇതിനകത്ത് കൂടെ ചെയ്യാൻ ഒത്തിരി പ്രയാസമാണ്. അപ്പോൾ ഈ കപ്പ് അഴിച്ചതിനകത്ത് ചെക്ക് ചെയ്യാനായിട്ട് എയർ ഹെറ്റ് ആയാലൊക്കെ ഈ വെറുതെ കൈ കൊണ്ട് വലിച്ചാൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. ശേഷം ഈ ക്യാപ്പ് വരിക, നമുക്ക് ഈ ഗേജ് ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ നോക്കാൻ പറ്റും. ഇത് പല യൂണിറ്റിലും കൺവേർട്ട് ചെയ്ത് കാണിക്കും. ഇതിപ്പോൾ 30 PSI ആണ് ഈ ടയറിലെ പ്രഷർ. അതുപോലെ നമുക്ക് അപ്പോൾ ഇത് അത്ര ലോയ അല്ല, ഒരു 25ലും താഴെയൊക്കെ വരുമ്പോഴാണ് ഇതിലൊക്കെ വാണിംഗ് വരിക എല്ലാ സെൻസറിലും. അതുവരയ്ക്കും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഓരോ ടയറിലും നോക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ലോക്കായി നിൽക്കും, നമ്മളെടുത്തത് പെട്ടെന്ന് പോവില്ല, നമുക്ക് എടുത്ത് അത് അവിടെ തന്നെ നിൽക്കും. വീണ്ടും ഒന്നുകൂടി അമർത്തുമ്പോൾ അത് അടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് ഇതിനകത്ത് 31.5 PSI ഉണ്ട്. കുഴപ്പമില്ല, നമുക്കൊരു 32-35 വരെ മാക്സിമം വയ്ക്കാം. അതിൽ കൂടുതലൊന്നും വെച്ചാൽ യാത്ര കംഫർട്ടല്ല, ടയറിന്റെ തേയ്മാനം കൂടും. ഉണ്ട് ഇതിനകത്ത് 24 ഉള്ളൂ. അപ്പോൾ ഇത് കുറവാണ്, ഇതിന്റെ കുറവാണ് ഇപ്പം അതിൽ കാണിക്കുന്നത്. ഈ ടയറിന് ഇതിനകത്ത് 31.5 ഉണ്ട്. അപ്പോൾ ആ ഒരു വെയിലിനാണ് ഇപ്പോൾ എയറിന്റെ കുറവുള്ളതായിട്ട് കാണുന്നത്. ഇതിന്റെ കുറവാണ് ഇപ്പോൾ അതിൽ വാണിംഗ് വരാൻ കാരണം. അപ്പോൾ നമുക്കത് എയർ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കത് ഡിജിറ്റൽ വെച്ച് കളിക്കാം, മറ്റേ അനലോഗാണ്. അപ്പോൾ ഇതിൽ എയർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, കൃത്യമായിട്ട് എത്രയാകുമ്പോൾ കൃത്യമായിട്ട് ഓഫ് ചെയ്യണം. അവരൊരു മാർക്കിംഗ് ഇട്ടുണ്ട് ഇതിനകത്ത്, ഏകദേശം 35 PSIന്റെ അടുത്താണ് അവരുടെ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് വണ്ടിയിൽ തന്നെ ചാർജിങ് പോർട്ട് ഉണ്ട്, 12 വോൾട്ട് ചാർജിങ് പോർട്ടിൽ ആണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. ഇതിന് ഇപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. കണക്ട് ചെയ്ത് ഈ ഓൺ ആക്കിയാൽ ഇതിപ്പോൾ ഓണായി, ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രഷർ പ്ലസും മൈനസ് ഉണ്ട്, എത്ര വേണമെങ്കിലും ആവശ്യത്തിന് സെറ്റ് ചെയ്ത് വെക്കാം. അതിപ്പോൾ 35 ഇതിൽ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇത്തിരി 35 വേണമെന്നില്ല, ഒരു 34 വെച്ചാലും കുറച്ച് കുറയും. അടിച്ചു കഴിയുമ്പോൾ ചൂടാകുമ്പോൾ ഇതൊന്ന് അടിച്ചു നോക്കാം. ഇതിനകത്ത് 23.5 ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തനിയെ ഗേജ് ഇല്ലെങ്കിലും ഇങ്ങനെ കംപ്രസർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഡിജിറ്റലാണത്. ഇത് വെച്ച് ഓണാക്കിയാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 34 വെച്ചു 33.5 ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് 32 ഒരല്പം ഒരു PSI കൂട്ടി എപ്പോഴും സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ വെക്കുമ്പോൾ ഒരല്പം കുറയും, ചൂടാവുമ്പോൾ കുറച്ച് കൂടുതലും, പിന്നെ തണുക്കുമ്പോൾ ഒരല്പം കുറയും. നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ ഇതിൽ. അതുപോലെ നമുക്ക് 4 ടയറിൻ്റെയും എയർ അടിച്ചതിന് ശേഷം ചെക്ക് ചെയ്യാം നമുക്ക് വാണിംഗ് പോകുന്നുണ്ട്.
ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും. അപ്പോൾ എല്ലാ ടയറിലും കൃത്യമായിരിക്കും എയറിൻ്റെ ലെവല്. ഒന്നിലും കൂടിയും കുറഞ്ഞൊന്നും ഇരിക്കില്ല. ഇത് നമുക്ക് ഇങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടിക്കാണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ ബാറ്ററിയിൽ ചാർജ് കുറയുമോ എന്നുള്ള സംശയം. ഇപ്പോൾ എയർ ഒരുപാട് കുറവുണ്ട് അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ നമുക്ക് കറണ്ടിലും വേണമെങ്കിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. വണ്ടിയിലൊക്കെ 12 വോൾട്ടാണ്. ഇപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു 5 ആമ്പിയറിൻ്റെ അഡാപ്റ്റർ നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വണ്ടികൾ അതൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ ബാറ്ററി ഇപ്പോൾ കുറച്ച് കണ്ടിട്ട് മോശം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നിർത്താം. സ്റ്റാർട്ട് ചെയ്യാണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കറണ്ടിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്ററിയിൽ ചാർജ് കുറയുമോ എന്നുള്ള ബാറ്ററി അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് നമുക്ക് 12.5 വോൾട്ട് 5 ആമ്പിയറിൻ്റെ അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. വേരിയബിൾ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കണക്ട് ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ മൈനസിലാണ് ഈ പോയിന്റ് ബ്ലാക്ക് കൊടുക്കുക, മൈനസ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ് ബ്ലാക്ക്, ഇത് പോസിറ്റീവ് ഈ പോയിന്റിലാണ് വരിക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബാറ്ററിയിൽ ചാർജ് ഉപയോഗിക്കാതെ കറണ്ടിൽ കൂടുതൽ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതാണ് നല്ലത്. എയറൊക്കെ ഒരുപാട് കുറവുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എത്ര സമയം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ എയർ അടിക്കുമ്പോൾ നമ്മൾ 4 വീലിലും അടിക്കണം, 4 വീലിലും തുല്യമായിരിക്കണം. ഒന്നിൽ മാത്രം അടിച്ച് ഒന്നിൽ കൂടിയും കുറഞ്ഞിരിക്കുമ്പോൾ ഓടിക്കുമ്പോൾ വണ്ടിയുടെ സൈഡിലേക്ക് വലിഞ്ഞു പോകാൻ, കൺട്രോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പാളിക്കുവാനൊക്കെ സാധ്യത കൂടും. ഇത് 25 കാണിക്കുന്നുണ്ടോ? 26. ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, തനി ഓഫായിട്ട് വരും. മറ്റുള്ള അനലോഗ് ടൈപ്പ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിരുന്ന് കൃത്യമായിട്ട് ഓഫ് ചെയ്യണം. എന്നാലും ചെറിയ വേരിയേഷൻ വരും. ഇതുപോലെ ആക്യുറേറ്റ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ 4 വീലിലും എയർ അടിച്ചിട്ടുണ്ട്, ഏകദേശം 33 PSI വെച്ച് 4 വീലിലും ഉണ്ട്. അത് കഴിഞ്ഞ എല്ലാറ്റിലും നമ്മൾ ഈ ഡസ്റ്റ് ക്യാപ്പ് ഇടാൻ മറക്കരുത്. ഇതിനകത്ത് മണ്ണൊക്കെ വീണ് എയർ പോകാനും പിന്നെ വീണ്ടും അടുത്ത പ്രാവശ്യം എയർ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ ഇതിൻ്റെ ക്യാപ്പ് വീൽ കപ്പ് ഫിറ്റ് ചെയ്യുന്നത് ഒരു കട്ട് കാണും, അതേ സ്റ്റെമ്മ് എയർ അടിക്കുന്ന സ്റ്റെമ്മിൻ്റെ അവിടെ വരേണ്ടതാണ്. അത് കറക്റ്റായിട്ട് ഈ ലെവലിൽ വെച്ചിട്ട് വേണം അതാദ്യം അവിടെ വയ്ക്കുക. ബാക്കി നമുക്ക് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ കയറി. അങ്ങനെ 4 വീലിലും 4 വീൽ കപ്പും വെച്ച് 4 വീലിൽ എയർ അടിക്കും. ഇനി നമുക്കത് ചെക്ക് ചെയ്യാം അതിൻ്റെ വാണി പോയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ വാണിംഗ് പോയിട്ടുണ്ട്. അഥവാ ഇനിയിപ്പോൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം, ഇത് ടയർ പ്രഷർ, ഇത് റീസെറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിന് കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിച്ചാൽ അങ്ങനെ വാണിംഗ് പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പോകുന്നതായിരിക്കും. അതിനുള്ള ബട്ടണാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് വണ്ടിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എയർ ചെക്ക് ചെയ്യാനും ഉള്ള സംവിധാനം. ഇതിൻ്റെ കൂടെ നമുക്ക് കമ്പനി ഒരു പഞ്ചർ കിറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചെറിയ പഞ്ചറിന് ഇപ്പോൾ ഒരു ടയറിൽ കുറച്ച് കൂടുതൽ കുറഞ്ഞുകൊണ്ടാണ് വാണിംഗ് വന്നത്. ഒരു പക്ഷേ അത് പഞ്ചർ ആയിരിക്കാം, നമുക്കത് ഒന്നും കൂടെ നോക്കിയിട്ട് വേണം. ഇത് പഞ്ചറാണോ എന്ന് ഉറപ്പ് വരുത്തി വീണ്ടും ഉടനെ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ അതിൽ ഫില്ല് ചെയ്യേണ്ട വിധം അവർ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എയർ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഗാഡി ഉണ്ട് ഇതിന്, ഈ ഗാഡിയിൽ ഇത് ഫിറ്റ് ചെയ്യുന്നു. ഈ കംപ്രസറിൻ്റെ ട്യൂബ്, എയർ അടിക്കുന്ന ട്യൂബ് എയർ ഇതിനകത്ത് കൂടെയാണ് പിന്നെ പാസ് ചെയ്യേണ്ടത്. ഇതിൽ നല്ലപോലെ ഫിറ്റ് ചെയ്തിട്ട് ഈ ട്യൂബ് പിന്നെ നമ്മൾ ടയറിൽ ഫിറ്റ് ചെയ്യുന്നു. ടയറിൽ ഫിറ്റ് ചെയ്ത് എയർ അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എയറിൻ്റെ കൂടെ ഈ പഞ്ചർ സൊല്യൂഷനും കൂടെ അകത്ത് കയറും. അത് ഫിറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അങ്ങനെ നിർത്താൻ പാടില്ല. അപ്പോൾ തന്നെ വണ്ടി ഒരു 4-5 കിലോമീറ്റർ ഓടിക്കുക കുറഞ്ഞ വേഗതയിൽ. ഹൈ സ്പീഡിലായിട്ട് ഓടിക്കേണ്ടത് ഒരു 10-30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്പീഡില്ല. അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
കുറഞ്ഞ വേഗതയിൽ ഒരു 4 കിലോമീറ്റർ എങ്കിലും ഓടിച്ച് വന്നിട്ട് പിന്നെ ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് പിന്നെ എയർ കുറയുണ്ടോ, പിറ്റേ ദിവസം നോക്കാം എയർ കുറയും. അപ്പോൾ ചെറിയ രീതിയിലുള്ള പഞ്ചറൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ക്ലോസ് ആണ്. കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇത് മതിയാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ടയർ കടയിൽ കൊണ്ട് റിപ്പയർ ചെയ്യാതെ ടയർ മാറ്റേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഇതൊക്കെ നിസ്സാര വിലയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ എയർ കംപ്രസർ അതൊരു 1500 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ തന്നെ വെച്ച് കൊണ്ടുപോകാം. ഇപ്പോൾ പുതിയ പല വണ്ടികളിലും സ്പെയർ വീലിന് പകരം കമ്പനി തരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയില്ല, നമ്മുടെ പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വാങ്ങി വെച്ച് ഇടവഴിയിൽ പെട്ടെന്ന് പഞ്ചറായാൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ടയർ അടിക്കാതെ തന്നെ എയർ അടിച്ച് നമുക്ക് ഒരു കട വരെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എയർ അടിച്ച് ഇനിയിപ്പോൾ അഥവാ നമുക്ക് കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ പഞ്ചർ ഒട്ടിക്കാനുള്ള ട്യൂബ്ലെസ് ടയറിന് പഞ്ചർ ഒട്ടിക്കാനുള്ള ടൂളാണിത്. ഈ ടൂള് ഇതുപോലെ 500-600 രൂപ വിലയുള്ളൂ. കുറഞ്ഞ വിലയുടെ ഉണ്ട്. സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് തന്നെ ടയർ പഞ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത്. അതില്ലെങ്കിലും കംപ്രസറിൽ നമുക്ക് എയർ അടിച്ചിട്ടായാലും നമുക്ക് പഞ്ചർ കടയിലേക്ക് ഓടിച്ചു കൊണ്ടുപോകാം. വഴിയിൽ നിർത്തി ടയർ അടിക്കാനൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഈ ഗേജ്. ഇതും നിസ്സാര വില തന്നെയുള്ളൂ. നമുക്ക് ടയർ കൃത്യമാണോ, ഇനിയിപ്പോൾ പുറമെ നിന്ന് അടിച്ചു വന്ന് കറക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, അടിക്കാറായോ എന്നൊക്കെ അറിയണമെങ്കിലും ഈ ഗേജ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.